പണ്ടുമല്ല ഇപ്പൊ തന്നെ വില തിരിച്ചു വരും. തിരിച്ചൊന്നും പണ്ടോട്ട് ഇപ്പൊ അറിയില്ലായിരുന്നില്ല. മോനാണോ കൈ പിടിച്ചത് ജസ്റ്റ് നോക്കി നമ്മളിപ്പോഴത്തെ ഹാൻഡ് പവർ ഒന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയല്ല മാക്സിമം നിർത്തി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്തുമ്പോൾ വ്യത്യാസം അറിയാൻ വേണ്ടിയില്ല. ഇപ്പോഴത്തെ പവർ ഇതാ ആ കയ്യിൽ നിന്ന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ മാറ്റം ഉണ്ടോ അറിയാൻ വേണ്ടി കേട്ടോ. മാക്സിമം റിലാക്സ് ആയിട്ട് ഒട്ടും വില പിടിക്കരുത് കേട്ടോ. വേദന എടുക്കില്ല, വില പിടിച്ച് വേദന എടുക്കും. ഫ്രീ ആയിട്ട് ഒട്ടും വേദന എടുക്കും. 4 പ്രാവശ്യം ചെയ്താൽ മതി. രാത്രി ഒട്ടും വേദനയില്ല. വില പിടിച്ച് കഴിഞ്ഞാൽ വേദന എടുക്കാൻ വേദന. ഇതൊക്കെ വേദനയില്ലോ. ഈ മുട്ടിന് വേദന ഉണ്ടോ? ഇല്ല. മുറിവോ പറ്റാണോ? റിലാക്സ് ആയിരിക്കും കേട്ടോ. ഈ സൈഡിൽ വൈകി തലയിൽ ചേച്ചാ അവിടെ നേരെ മുകളിൽ താഴേക്ക് പറമ്പില്ല വില പിടിക്കരുത്. തല ഫ്രീ ആയിട്ടോ താഴേക്ക് നോക്കി മുകളിലേക്ക് നോക്കി വേറെ എന്തെങ്കിലും ആക്കുമ്പോൾ മുകളിലേക്ക് നോക്കി താഴേക്ക് നോക്കി മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് ചെക്കൻ്റെ പേടിയില്ലല്ലോ. വേറെ നിർത്തില്ലോ. ഇല്ല 4 ദിവസം ഈ സൈഡിലേക്ക് വേറെ പിടിക്കട്ടോ. ഈ സൈഡിലേക്ക് തലച്ചു. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കട്ടെ. ഞാൻ പറഞ്ഞ മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒന്നും ശ്രദ്ധിക്കാം കേട്ടോ. ഈ സൈഡിലേക്ക് തലച്ചു. അവിടെ നേരെ ഒന്ന് മുകളിലേക്ക് നോക്കി താഴേക്ക് നോക്കി വീണ്ടും മുകളിലേക്ക് നോക്കി താഴേക്ക് നോക്കി പിടിച്ചല്ലേ കൈ എടുത്ത് അവിടെ വെച്ചു മടി വെച്ചു. ഞാൻ വെച്ചോളൂ കേട്ടോ. അതിനൊന്നുമില്ലോ ചെടി അത് കണ്ടിട്ട് തള്ളില്ല. കൈ കുറച്ച് കൈ കോർത്ത് പിടിച്ചു എന്നാലും ഇവിടെ പോലെ കേട്ടോ. അവിടെ ഫ്രീ ആയിട്ട് കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് വില പിടിക്കും കേട്ടോ. ഒന്ന് എഴുതിട്ടു മോദി കൈ സൈലന്റ് ആക്കും. കുറച്ച് തലേന്ന് മുകളിലേക്ക് നോക്കിയപ്പോ മനസ്സിലായോ? മുകളിൽ തല മുകളിലേക്ക് തന്നെ നമ്മുടെ തല ഈ സൈഡിലേക്ക് നോക്കിയപ്പോ ഈ സൈഡിലേക്ക് നോക്കി വ്യത്യാസം മനസ്സിലായോ? ഇപ്പഴത്തേക്ക് നോക്കി വ്യത്യാസം മനസ്സിലായോ? ഇതിന് കൈയുടെ വില നോക്കി കൈക്ക് വില കൂടെ ചെയ്യാണോ നോക്കി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇവിടുന്ന് കാറിക്കൊണ്ട ഇങ്ങോട്ട് ഞാൻ മോനെ കാലിന്റെ വ്യത്യാസം നോക്കിക്കേ. നീളക്കുറവുണ്ടോ കാലിനുണ്ടോ? ഒരു നടുവിനുണ്ടോ? ചെറുതായിട്ടുള്ള വലിയ ഇതില്ല. അപ്പഡൗൺ ഇല്ല കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റാ. ഇത് രണ്ടും മാറ്റം വന്നാൽ കുറച്ച് കൂടുതൽ വിഷയം. തണ്ടുകളുണ്ടോ? ഇത് നമ്മൾ കറക്റ്റാവും കേട്ടോ. ഇപ്പൊ നീളത്തിൽ നോക്കിയിട്ടുണ്ടോ? ചേർത്ത് നമ്മൾ അറിയാലോ. ചേർത്ത്
ഇവിടെ നല്ല വേദന ഉണ്ടാവും നിൽക്കുന്നു അല്ലേ? ഈ സൈഡോ അത്ര വേദന ഉണ്ടാവും? ഈ സൈഡാണോ വേദന കൂടുതൽ? ഈ സൈഡാണോ വേദന കൂടുതൽ? ഈ സൈഡിൽ പിടിക്കില്ലേ? മാക്സിമം റിലാക്സ് ഉണ്ടോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര നേരം വേദന വേദന കിട്ടില്ലോ. എന്നെ പേടിക്കണം. കാലത്ത് ഫ്രീ ഗ്ലാസ് ഗ്ലാസ് ബലം പിടിച്ചാൽ മാത്രമാണ് രണ്ടു ദിവസത്തേക്ക് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാട്ടോ. ഇത് 3 ദിവസത്തേക്ക് കല്ല് പിടിച്ച് കൂടുതൽ കുടിക്കണേ. ഫ്രീ ആയിട്ടുള്ളൂ. കൂളായിട്ട് കാണുന്നത് വെറുതെ നമ്മൾ താര കേട്ടോ. താത്തിട്ട് ഫ്രീ ആക്കി ഇടും. ഗ്ലാസ് കേട്ടോ. ഇല്ല പിള്ളേർ മുടക്കുമ്പോഴാണല്ലോ ഇല്ല എനിക്ക് വേദന താഴ്ന്നു കുഴപ്പമില്ല. തലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഗ്യാസിന്റെ വിഷയമുണ്ടോ? പോയില്ല വലിയ ഈ ശല്യം ചെയ്യാമോ? ഇങ്ങോട്ട് ചെയ്യും. ഈ കാലം മാറി. ഈ കാലം മാറി. കേട്ടോ. അത് സാരില്ല അല്ലേ എനിക്ക് അതിൻ്റെ ഒരു ബലം കൈ തലക്ക് വെച്ച് കിടക്കരുത് കേട്ടോ. അത് ഈ വിഷയം വീണ്ടും ഉണ്ടാവും. നമ്മുടെ തലയ്ക്ക് ശരീരത്തിന് അഞ്ചിലൊന്ന് വെയിറ്റ്. അപ്പോൾ അത്ര വെയിറ്റ് താങ്ങാൻ ശേഷം നമ്മൾ കഴിക്കില്ല. അപ്പോൾ കയ്യിൽ നിന്ന് കിടന്ന സ്ഥലം കിടന്നാൽ വീണ്ടും നമുക്ക് വിഷയം ഉണ്ടാവും കേട്ടോ. കിട്ടുവാണേ ശരിയായി ഫുൾ ബോഡി അലൈൻമെന്റ് കറക്റ്റ് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കൊടുക്കും. ഒരു വിഷയം ഉണ്ടെന്ന് മറ്റൊരു വിഷയം ഇല്ലാണ്ടല്ല, അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരം അറിയുന്നില്ല, അതൊന്നും വേദന ഉണ്ടാകത്തില്ല. അതാണ് വിഷയം. തലവിടെ വരാൻ കൈ എന്തായാലും ഈ സൈഡിൽ പോയി തല വെച്ചു. ഇപ്പൊ സൈഡ് നേരെ ഇറങ്ങി ചെയ്ത് നേരെ ആ താഴേക്ക് വെക്കും. ഇനി നേരം എനിക്ക് പീരീഡ്സ് ഒക്കെ ഉണ്ടോ? കഴിഞ്ഞാണോ അതോ അതാ എത്ര വയസ്സായി ഇപ്പം? ഒന്ന് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ റെഗുലറല്ല, എല്ലാ മാസമില്ല. കുറച്ച് ശകലം മതി, കുറച്ച് അറിയാം. മുട്ടൊക്കെ മടക്കി വെച്ചു, രണ്ട് മുട്ട മടക്കി വെച്ചു. ഞാൻ അങ്ങോട്ട് ബലം പിടിക്കുമ്പോൾ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ. ടൈറ്റ് ചെയ്യും, ടൈറ്റ് ടൈറ്റ് പ്രാവശ്യം ടൈറ്റ് ടൈറ്റ് ചെയ്ത്
ചെറിയ മിന്നൽ എനിക്ക് എല്ലാരും ഉള്ളപ്പോ എല്ലാരും നോക്കി ഇനി പുറത്തേക്ക് തള്ളിക്കും അല്ലെ കാലി കൈ തള്ളിക്കും അല്ല പുറത്തേക്ക് തള്ള പുറത്തേക്ക് വിടുതണം ഞാൻ ഉള്ളിൽ പിടിക്കുമ്പോൾ പുറത്തേക്ക് നീ തന്നെയുള്ളത് ഒന്നോടെ അടുത്ത ദിവസം മുതൽ തിരിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത് അലൈൻമെന്റ് ചെയ്ത് വെക്കുന്ന അതോടെ ഒരു ഇതിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നമ്മൾ ഭക്ഷണം വന്നാലേട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും 3 ടൈംസ് ഒക്കെയാണ് നമുക്ക് ഫുൾ ബോഡി അലൈൻമെന്റ് ചെയ്യേണ്ടത് അകലെയല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം വന്നാൽ ഇത് കണ്ടമാനം കണ്ടിരിക്കണമെന്ന് കൂടെ ബുദ്ധിമുട്ടൊന്നുമില്ലോ ഇല്ല ഇല്ല നോർമലാണ് കുറച്ച് ഇറങ്ങിക്കാം ചായ അറിയാം കുറുകെ പിടിക്കണം താഴെ വലിക്കണ്ട താഴെ നമുക്ക് 100% പച്ചക്ക് തീർന്നു നിൽക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ വരണ്ടല്ലോ കഴുത്ത് ഫ്രീ ചെയ്ത് വേനെടുത്തോ ഇനി ഇത്രയും ദൂരെ വരണ്ടേ ഇത്രയും ദൂരെ വരണ്ടേ ഈ ഒരു പ്രാവശ്യം അതാ ഒരു പ്രാവശ്യം കൊണ്ട് മാറി അല്ല ഈ ഒരു പ്രാവശ്യത്തോടു കൂടി തീരെ വന്നാലും വേണ്ടില്ല അതായത് 3 ടൈംസ് എങ്കിലും ചെയ്യണം നമ്മൾ ശരിക്കും ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ബലം പിടിക്കുകയോ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ചിലപ്പോൾ കുറച്ച് കുറയാം അതുകൊണ്ട് 100% ഓക്കെ ആവും കഴുത്ത് വിഷയം കഴുത്ത് ആ വിഷയം ആകുമ്പോൾ നമ്മൾ കറക്റ്റ് തന്നെ കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു കേട്ടോ നമുക്ക് എക്സ്റേ എടുത്ത് പോകണതിന്റെ ഒരു